ഇതാണ് കേട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ കണ്ണ് എഴുതാൻ ഇഷ്ടമില്ലാത്തത്. ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും ഞാനിത് കരിമ്പൂതം പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഉമ്മറത്തിരിക്കുമ്പോഴാണ് അർജു എക്സാം കഴിഞ്ഞ് പോകുന്നത് കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് കയറിയപ്പോൾ കുറച്ചു നേരം അവനായിട്ട് വർത്താനം പറഞ്ഞു കേട്ടോ. വൈകിട്ട് ചായക്ക് എന്താ കഴിക്കാന്ന് വെച്ച് നോക്കി നിൽക്കുമ്പോഴാണ് രാവിലത്തെ ഉപ്മാവ് ബാക്കിയുണ്ടായിരുന്നു. ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായില്ല, അപ്പം അത് കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അങ്ങനെ ഒരു 5:30-6 മണിയോട് കൂടിയിട്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് എനിക്ക് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് മടുക്കൂട്ടോ. അച്ഛനോട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കൊണ്ടുവരാൻ പറഞ്ഞു വെച്ചാൽ പിന്നെ അച്ഛത് മടുപ്പിക്കുന്നവരെ അതിങ്ങനെ ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സാധനങ്ങൾ മടുക്കൂട്ടോ. ഇതോടെ ഐസ്ക്രീമിന്റെ പൂതി എനിക്ക് മാറി കിട്ടിട്ടോ. പിന്നെ അമ്മ പണി മാറ്റി വരുമ്പോൾ കുറേ കൂണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ ഇരുന്ന് നന്നാക്കണം കേട്ടോ. പിന്നെ അച്ഛൻ പുറത്ത് പോയി വന്നപ്പോൾ മേഗിയും മുട്ടയും എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതും ഉണ്ടാക്കണം. പിന്നെ ഞാൻ അമ്മയും കൂടിയിട്ട് കൂണ് നന്നാക്കാൻ വേണ്ടിയിരുന്നു. ഇതിൽ കുറച്ച് കൂണ് മാത്രമായിട്ട് ഇങ്ങനെ വിരിഞ്ഞതുള്ളൂ, ബാക്കിയൊക്കെ മുട്ടാണ്. അപ്പോൾ മുട്ടിലധികം പുഴു അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി കൂണായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ അടുത്ത് ഞാൻ കുറച്ച് നാളായി ചോദിക്കണം, അമ്മ കൂണ് കിട്ടാൻ വല്ല വഴിയുണ്ടോന്ന്. അപ്പം അമ്മ പണിക്ക് പോയ സ്ഥലത്ത് അവിടെ നിറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇത് കുറേ പൊട്ടിച്ചു വന്നു കേട്ടോ. അപ്പോൾ അമ്മ നന്നാക്കണത് വലിയ പീസോളായിട്ടാട്ടോ. ഞാൻ അച്ഛൻ ഇരുന്ന് അരിഞ്ഞ് ചെറിയ ചെറിയ പീസോളായിട്ട് അരിയണേട്ടോ. പിന്നെ അമ്മ അത് ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടത്. കൂണ് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ 2 ടൈപ്പ് കൂണുണ്ട് തോന്നുന്നു. കഴിക്കാൻ പറ്റാത്തതും കഴിക്കാൻ പറ്റണ 2 ടൈപ്പ് കൂണല്ലല്ലോ. ഇത് കഴിക്കാൻ പറ്റണതാട്ടോ, നല്ലതാണ്. പിന്നെ അമ്മ ഇതേ മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ പോവാണ്. ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഉള്ളി വെളുത്തുള്ളി അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ സബോളൊക്കെ അരിയാണ്. എനിക്ക് അച്ഛൻ മറ്റേ സ്ലൈസറിൽ വെച്ച് അരിഞ്ഞിട്ട് ഇങ്ങനെ കത്തിയോണ്ട് അരിയാൻ തീരെ അറിയില്ല. അങ്ങനെ ഞാൻ അതിരുന്ന് അരിയായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ കൊടുന്ന മുട്ടയിൽ 2 മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാനും അമ്മ അതെല്ലാം ഓരോ മുട്ടകളും എടുത്ത് കഴുകി മാറ്റി ഫ്രിഡ്ജിക്ക് വെക്കായിരുന്നു കേട്ടോ. ബാക്കി പൊട്ടിയ മുട്ട നമുക്ക് ആമയ്ക്ക് കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പം അമ്മ കഴുകി തരും, ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. പിന്നെ അമ്മ കൂൺ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ട് നമ്മുടെ തക്കാളിയും സബോളയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായി വാട്ടി പിന്നെ നമ്മുടെ കൂണ് നന്നായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ അമ്മയിൽ തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ വേവിച്ച കൂണ് അതിക്ക് തട്ടി ഇതേ ഈ പരിവാക്കി എടുക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദർശേട്ടനും വീശേട്ടനും എല്ലാവർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി ഇവർ വന്നിട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ട് കുറേ അമ്മ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫുഡ് അടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞങ്ങൾ TV ഒക്കെ ഉണ്ട്, ഞാനും അമ്മയും അച്ഛനും കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പം അമ്മ കറി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.